നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023-24 വർഷങ്ങളിൽ PSC ചോദിച്ചുള്ള പദ്ധതികളിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട്, അതൊക്കെ എന്താക്കുക, കാണുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരള പിറവിയുടെ വജ്ര ജൂബിലി 60 വർഷം. ആ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടുന്നത് ഏത് പേരിലാണ്? നവകേരള മിഷൻ എന്ന പേരിലാണ് കേട്ടോ. കേരള പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടുന്നത് ഏത് പേരിലാണ്? നവകേരള മിഷൻ. ഈ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? നവകേരള മിഷൻ 2016 നവംബർ 10 കേട്ടോ. നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ചെയ്തത് 2016 നവംബർ 10. ഈ നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പദ്ധതികൾ ഏതെല്ലാമാണ്? അത് ലൈഫ്, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇത് PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്? ലൈഫ്, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ്. ഈ ഹരിത കേരള മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. ആരാണ് ഹരിത കേരള മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ? ആരാണ്? KJ യേശുദാസ്. അപ്പം നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10. നവകേരള മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്? അത് ലൈഫ്, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് KJ യേശുദാസ്. പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതും ഓൾറെഡി PSC ചോദിച്ചു. എന്താണ്? പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇതാണ് ലൈഫ് മിഷൻ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മണ്ണ് ജല സംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം എന്നിവയാണ്. ഏത്? ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് ജല സംരക്ഷണം, മാലിന്യ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം എന്നിവയൊക്കെയാണ് ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇനി ഈ ഹരിത കേരളം മിഷൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പദ്ധതികളാണ് ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ, പച്ചത്തുരുത്ത് എന്നിവ. ഹരിത കേരളം മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണ്? ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ, പച്ചത്തുരുത്ത്. ഏതൊക്കെയാണ്? ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ, പച്ചത്തുരുത്ത്. ഇനി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആർക്ക് വേണ്ടിയിട്ടാണ് ആയുർദളം പദ്ധതി? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എങ്കിൽ BPL കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇതാണ് ആശ്വാസകിരണം. BPL കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. പഠിച്ചു വെച്ചോ, ഇതും ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഇനി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് APL BPL വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. ചോദിച്ചു അല്ലേ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് APL BPL വ്യത്യാസമില്ലാതെ സൗജന്യമായ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ
കിരണം. ഇതാണ് ആരോഗ്യ കിരണം. ഇനി 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ഇതാണ് അഭയകിരണം എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. എങ്കിൽ ആശ്വാസകിരണം എന്നാ പറഞ്ഞത് BPL കുടുംബത്തിനാണ് അല്ലേ ആശ്വാസം വേണ്ടത്. യെസ്, BPL കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഇനി 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകൾക്ക് എന്താ വേണ്ടത്? അവർക്കൊരു അഭയമല്ലടാ വേണ്ടത്, ജീവിതത്തിലൊരു അഭയമാണല്ലേ. അപ്പം അഭയകിരണം 50 വയസ്സിന് മുകളിൽ പ്രായമായ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ഇനി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താ വേണ്ടത്? അവർക്ക് നല്ലൊരു ആരോഗ്യമാണല്ലേ. അവരുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൻ്റെ കിരണങ്ങളാണ് ഏതിടാ? യെസ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് APL BPL വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. അതും കൂടി ഓർത്തു വെക്കണേ. ഇനി സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം. എന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? ആശാ കിരണം അല്ലേ, ആശാ കിരണം. യെസ്. ഇനി കുഷ്ഠരോഗ ബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനും ബോധവൽക്കരണം നടത്താനുമായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. ചോദിച്ചില്ലേ? ചോദിച്ചു അല്ലേ. കുഷ്ഠരോഗ ബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കാനും ബോധവൽക്കരണം നടത്താനുമായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. എന്താണ്? അശ്വമേധം. ഇനി ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം. അശ്വമേധം കുഷ്ഠരോഗം, ക്ഷയരോഗമാണെങ്കിൽ അക്ഷയ. ഇക്ഷ നോർക്കുക, രണ്ടിലും ഇക്ഷയിലിട. അക്ഷയ. ഓക്കെ, അക്ഷയ കേരളം. അക്ഷയ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ് കേട്ടോ. അക്ഷയ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ. എങ്കിൽ എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മൃത്യുഞ്ജയം. ഏത് രോഗത്തിനാണ്? എലിപ്പനി അല്ലേ. എലിപ്പനി. യെസ്, എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മൃത്യുഞ്ജയം. എങ്കിൽ സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ടുകാരെ ശുഭയാത്ര. എങ്കിൽ കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. എന്താണ്? കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. എങ്കിൽ എന്താണ് കൂട്ടുകാരെ സ്മൈൽ എന്ന് പറഞ്ഞാൽ? യെസ്, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. എന്താണ്? സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈലെങ്കിൽ ലീപ്പ് എന്താണ്? ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയാനായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാൻ വിവിധ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ്. എന്താണ് ലീപ്പ് എന്ന് പറഞ്ഞാൽ? ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയാനായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാൻ വിവിധ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ടുകാരെ ലീപ്പ്. ഓക്കെ അല്ലേ? എങ്കിൽ എന്താണ് ചിരി എന്ന് പറഞ്ഞാൽ? കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതിടാം? ചിരി. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി
സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. എങ്കിൽ സ്മൈൽ എന്താ പറയുക? നമ്മൾ സ്മൈലി റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈലി. ഇനി ചിരി എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. ഓക്കെ. ഇനി ഈ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഈ മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ചത് 2012 ഓഗസ്റ്റ് 12. മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ചതെന്നാണ് 2012 ഓഗസ്റ്റ് 12. എങ്കിൽ ഈ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ, പ്രശസ്ത സിനിമാ നടൻ മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. എങ്കിൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ആർക്കൊക്കെയാണ്? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് എന്നാണ് കാരുണ്യ. എങ്കിൽ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായുള്ള ചികിത്സാ പദ്ധതി താലോലം. അപ്പം 18 വയസ്സ് ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം. ഇനിയോ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്കുള്ള പദ്ധതിയാണ് കാരുണ്യ. അതും കൂടി ഓർത്തു വെക്കാനിടാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. ഇതാണ് സുകൃതം എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? സുകൃതം. ഈ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ് കേട്ടോ. പത്മശ്രീ മമ്മൂട്ടിയാണ് ഏത് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. എങ്കിൽ കേരളത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. കേരളത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് കൂട്ടുകാരെ? വിമുക്തിയാണല്ലേ. ഈ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റിൻ്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആണ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് വി ക്യാൻ. എന്താണ് വി ക്യാൻ? ആർക്കാണ്? കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് ഏത്? വി ക്യാൻ. എന്താണ്? വി ക്യാൻ. ഓക്കെ. എങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഓക്കെ. ഇനി മറ്റൊരു PSC ചോദ്യമാണ്. കേരളത്തിലെ പട്ടിക വിഭാഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജൻരക്ഷ. ആർക്കൊക്കെയാണ്? ജന്മരക്ഷ. ഇതാണ് കേരളത്തിലെ. നെക്സ്റ്റ് ആണ് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. എന്താണ്? കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോർത്ത്. നെക്സ്റ്റ്, സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്താൻ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. ആർക്കാണ്? സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്താൻ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. എങ്കിൽ
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമം തടയാനുള്ള പദ്ധതിയാണ് നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആർക്കൊക്കെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമം തടയാനുള്ള പദ്ധതിയാണ് ഏത് നിർഭയ പദ്ധതി. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ലൈംഗികാതിക്രമം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗികാതിക്രമം തടയാനുള്ള പദ്ധതിയാണ് നിർഭയ എങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ഓക്കെ, എങ്കിൽ വിധവകളോ നിയമപരമായി വിവാഹമോചിതരോ ആയ വനിതകൾക്ക് പുനർവിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാംഗല്യ. എന്നാണ് വിധവകളോ നിയമപരമായി വിവാഹമോചിതരോ ആയ വനിതകൾക്ക് പുനർവിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യം. ഓക്കെ അല്ലേ? ഇനി അവിവാഹിതരായ അമ്മമാർ വിവാഹമോചിതരായ സ്ത്രീകൾ, വിധവകൾ എന്നീ പിന്നാക്കാവസ്ഥയുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. എന്താണ് വിധവകൾ, അതുപോലെ തന്നെ വിവാഹമോചിതരായ സ്ത്രീകൾ, വിധവകൾ എന്നീ പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത് ശരണ്യ. ഓക്കെ, എങ്കിൽ ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത് സ്നേഹസ്പർശം. എന്താണ് ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. എങ്കിൽ അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച അഭയകേന്ദ്രമാണ് സ്നേഹിത. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച അഭയകേന്ദ്രമാണ് സ്നേഹിത. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇനി സുരക്ഷിത മാതൃത്വവും ആരോഗ്യത്തോടെയുള്ള കുട്ടികളുടെ ഉറപ്പാക്കാനും ഗർഭിണികളുടെ ആരോഗ്യനില അറിയാനുമായി അട്ടപ്പാടിയിൽ ആരംഭിച്ച പദ്ധതിയാണ് ജനനി. എവിടെയാണ്? അട്ടപ്പാടിയിൽ. സുരക്ഷിത മാതൃത്വവും ആരോഗ്യത്തോടെയുള്ള കുട്ടികളുടെയും ഉറപ്പാക്കാനും ഗർഭിണികളുടെ ആരോഗ്യനില അറിയാനുമായി അട്ടപ്പാടിയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജനനി അല്ലേ? ജനനി. എങ്കിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ. ആർക്കൊക്കെയാണ്? പൊതു ഇടങ്ങളിലോ വീടുകളിലോ രാത്രി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി. ഈ നിഴൽ പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 112 നിഴൽ പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 112. ഓക്കെ, യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ശ്രുതി തരംഗം. എന്താണ് ശ്രുതി തരംഗം? മാറ്റിവെക്കാൻ ശ്രുതി തരംഗം. കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. എങ്കിൽ ധ്വനി എന്നാണ് കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി. എങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. എത്ര വയസ്സിന് താഴെ? 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം അല്ലേ? എങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. ആർക്കാണ്? മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. എങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ
കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? തൂവാല വിപ്ലവം അല്ലേ? തൂവാല വിപ്ലവം. എങ്കിൽ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ഈ മെഡിസെപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതാണ്. മെഡിസെപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2022 ജൂലൈ 1 മെഡിസെപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2022 ജൂലൈ 1 അല്ലേ? എങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് വിടാതെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ് സ്നേഹപൂർവം എന്ന് പറഞ്ഞാൽ? മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയോ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആർക്കെങ്കിലും ആ കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കുട്ടികളെ എവിടത്തേക്കാണ് പറഞ്ഞേക്കുക? അനാഥാലയത്തിലേക്ക് അല്ലേ? അങ്ങനെ അനാഥാലയത്തിലേക്ക് വിടാതെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ അവരുടെ ബന്ധുക്കൾ ആർക്കെങ്കിലും സംരക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സംരക്ഷിക്കുന്നവർക്ക് വളർത്താൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവം. സ്നേഹപൂർവം. ഓക്കെ അല്ലേ? ഇനി കുട്ടികളിലെ പ്രമേയ രോഗം തടയാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ആർക്കാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ? മിഠായി അല്ലേ? മിഠായി. എങ്കിൽ എന്താണ് സ്നേഹക്കൂട്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് ഏത്? സ്നേഹക്കൂട് അല്ലേ? ഇനി ഈ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ്. ജീവിതശൈലി രോഗങ്ങളെ ഇതിനെയാണ് ഈ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് കെയർ ഓൺ വീൽസ് എന്നറിയപ്പെടുന്നു. എങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി എന്നാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ഏത്? ചങ്ങാതി. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകാനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? അത് കനിവാണ് കേട്ടോ. കനിവ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അതുപോലെ കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകാനുള്ള സർക്കാർ പദ്ധതിയാണ് ഏത്? കനിവ് അല്ലേ? കനിവ്. ഓക്കെ, യെസ്. എങ്കിൽ നെക്സ്റ്റ് എന്നാണ് കൂട്ടുകാരെ? നെക്സ്റ്റ് യെസ്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിൽ പദ്ധതിയാണ് ഒപ്പം. എന്താണ്? കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. എങ്കിൽ നമ്മുടെ ഈ അടുത്ത് ചോദിച്ചാൽ നിരാമയ പദ്ധതി. എന്താണ് നിരാമയ പദ്ധതി? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ പദ്ധതി. എത്രയാണ്? 1 ലക്ഷം രൂപ കേട്ടോ. എന്താണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ പദ്ധതി അല്ലേ? എങ്കിൽ അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. എന്താണ്? സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അവര് അനാഥരല്ല, സനാഥരാണല്ലേ.
അല്ലേ, സനാഥ ബാല്യം. ഓക്കെ, എങ്കിൽ വളർച്ചാ വൈകല്യമുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര. എത്ര വയസ്സാണ്? 12 വയസ്സാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. ചിലപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും PSC തരിക. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകും, നമ്മൾ 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പം വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര. എങ്കിൽ ബാലവേല, ഭിക്ഷാടനം, തെരുവ് ബാലവിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങളുമായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ഇതാണ് ബാലവേല, ഭിക്ഷാടനം, തെരുവ് ബാലവിമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങളുമായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. എങ്കിലും സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനകൾക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം. എന്താണ് ശലഭം പദ്ധതി? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. എങ്കിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. എന്താണ്? സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. എങ്കിൽ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ. ആർക്കൊക്കെയാണ് പരിരക്ഷ ലഭിക്കുക? അംഗപരിമിതർക്ക് അല്ലേ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? പരിരക്ഷ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സഹചാരി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സഹചാരി. എങ്കിൽ ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യനിധി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. ഓക്കെ, എങ്കിൽ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹ്യനിധി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? അത് മഴവില്ലാണ് കേട്ടോ. മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹ്യനിധി വകുപ്പിന്റെ പദ്ധതിയാണ് മഴവില്ല്. ഓക്കെ, എങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം. എന്താണ് സഫലം? ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം. ഓക്കെ, ഇനി പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമന്വയ. ആർക്കാണ് സമന്വയ പദ്ധതി? ട്രാൻസ്ജെൻഡേഴ്സിനാണ് അല്ലേ. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? സമന്വയ. ഓക്കെ, എങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വെച്ചു കൊടുക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. എന്താണ് മന്ദഹാസം? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വെച്ചു കൊടുക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. ഓക്കെ അല്ലേ? അപ്പം ഈ ചെറിയ വീഡിയോയിൽ അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചെറിയ വീഡിയോയിൽ ഇതുവരെ ചോദിച്ചില്ല PSC ചോദിച്ചില്ല എല്ലാ പദ്ധതികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സ്നേഹവും എന്താക്കുക കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.